ഹായ്, ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷ എപ്പിസോഡ് നമ്പർ 7. ഇന്നും 4 പേർ ബിഗ് ബോസ് എന്ന സ്വപ്നം ബാക്കിയാക്കി അഗ്നി പരീക്ഷയിൽ തന്നെ പുറത്തായിരിക്കുന്നു. മൊത്തം 20 പേരാണ് ബിഗ് ബോസിൽ കയറാതെ ഈ അഗ്നി പരീക്ഷയിൽ നിന്നും പുറത്തായിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലും വലിയ പുതുമകളൊന്നുമില്ല. സാധാരണ പോലെ തന്നെ ടാസ്ക് കൊടുക്കുന്നു. അതിൽ നിന്നും മോശപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. അതിൽ നിന്നും കുറച്ചുപേർ പുറത്തേക്ക് പോകുന്നു. ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ടാസ്ക് 24 പേരാണ് ബാക്കിയുള്ളത്. ഇവരെ 4 ടീമുകളായി തിരിക്കുന്നു. എന്നിട്ട് ഇവർ തമ്മിൽ മത്സരിക്കുന്നു. ഇതിന് മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് ജഡ്ജസിന് തോന്നിയ കുറച്ചുപേർക്ക് ഇൻഫിനിറ്റി പെന്നൽ കൊടുക്കുന്നു. മോശപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്ന് ജഡ്ജസിന് തോന്നിയ 6 പേരെ ഔട്ട് ഹൗസിലേക്ക് അയക്കുന്നു. ഈ 6 പേർക്കും ഒരു ചാൻസ് കൂടി ജഡ്ജസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ജഡ്ജസിനെ കൺവിൻസ് ചെയ്യാൻ ഇവർക്ക് ഒരു അവസരം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. സംസാരിക്കാൻ, അതായത് എന്തുകൊണ്ട് ഞാൻ മറ്റേ ആളെക്കാളും മുകളിലാണ്, അതായത് ഇവിടെ നിൽക്കാൻ എന്തുകൊണ്ട് മറ്റേ ആളെക്കാളും ഞാൻ യോഗ്യനാണ് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പല ആൾക്കാരും മികച്ച രീതിയിൽ സംസാരിച്ചു. അതിനുശേഷമാണ് ജഡ്ജസ് ഒരു തീരുമാനത്തിലെത്തി. ആരൊക്കെയാണ് ഈ അഗ്നി പരീക്ഷയിൽ നിന്നും ബിഗ് ബോസ് കാണാതെ ഇന്ന് പുറത്തായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അപർണ, നയന, റൈബിൻ, അഭിറാം. ഈ 4 പേരാണ് ഇന്ന് പുറത്തായത്. അതായത് ബിഗ് ബോസ് കാണാതെ അഗ്നി പരീക്ഷ തന്നെ ഇന്ന് പുറത്തായത്. ഇതില് അഭിറാമിന്റെ കാര്യം നമ്മൾ മുൻകൂട്ടി കണ്ടതാണ്. ഈ പുള്ളി പുറത്താവും എന്നുള്ളൊരു കാര്യം. എന്താണ് അതിനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളി LGBTQ-ന് എതിരാണ്. റിയാസ് വെറുതെ വിടുവോ? അപ്പൊ എന്തായാലും ഈ 4 ആൾക്കാരും ബിഗ് ബോസ് കാണാതെ അഗ്നി പരീക്ഷയിൽ തന്നെ പുറത്തായിരിക്കുന്നു. മൊത്തം 20 പേരാണ് ഇപ്പോ അഗ്നി പരീക്ഷയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. ഇനിയും 20 പേർ ബാക്കിയുണ്ട്. ഇനിയും 14 ദിവസത്തോളം ബാക്കിയുണ്ട്. വരും ദിവസങ്ങളിൽ ജഡ്ജിംഗ് പാനലിൽ പോളിഫിറോസും കിടിലം ഫിറോസും വരുന്നുണ്ട്. എന്തായാലും അവരുകൂടി വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയാവും എന്ന് പ്രതീക്ഷിക്കാം. 3 ജഡ്ജസ്, പല ആൾക്കാരും അവര് മോശമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അവര് വലിയ മോശമൊന്നുമല്ല, നല്ല രീതിയിൽ തന്നെ അവര് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാലും ഈ പോളിഫിറോസും കിടിലം ഫിറോസും വരുമ്പോൾ കുറച്ചുകൂടി ഗംഭീരമാവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ അതായത് 40 പേരാണ് അഗ്നി പരീക്ഷയിൽ വന്നത്. അതിൽ നിന്നും 20 പേർ പുറത്തായിട്ടുണ്ട്. 20 പേർ മത്സരിക്കുന്നു. ഇതിൽ നിന്നും ആരൊക്കെ ബിഗ് ബോസിലേക്ക് കയറിപ്പറ്റും, അതായത് സീസൺ 8ലേക്ക് കയറിപ്പറ്റും എന്ന് നമുക്ക് നോക്കിക്കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.